ശ്രീ ശങ്കുറ്റിദാസ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതിന്റെ വൈവിധ്യം തന്നെയാണ്. എന്നാൽ ഈ വൈവിധ്യം തന്നെ നമ്മുടെ അജ്ഞത മൂലം, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഒരു വലിയ അപകർഷതാബോധത്തിന് ഇടയാകുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക മേളയായിട്ടുള്ള കുംഭമേള നടക്കുകയാണ്. പക്ഷേ ഈ കുറഞ്ഞ കാലഘട്ടങ്ങൾ, കഴിഞ്ഞ ഏതാനും കാലഘട്ടങ്ങൾ കൊണ്ട് അതിൽ നിന്ന് മാറി, എന്നാൽ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ അഭിമാനിക്കുന്ന ഒരു അൺഅപ്പോളജറ്റിക് ഹിന്ദു എന്നുള്ള രീതിയിലേക്ക് യുവാക്കൾ വരുന്നുണ്ട്. എന്നാൽ കൂടുതലായി യുവാക്കളും സനാതന വിശ്വാസികളും നമ്മുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു കൺവെൻഷനിൽ എന്ത് സന്ദേശമാണ് താങ്കൾക്ക് നൽകുവാറുള്ളത്? സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈ ദേശദേവതയായ ഇളങ്കാവിൽ അമ്മയുടെ തിരുമുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ട് തുടങ്ങട്ടെ. ആദ്യമേ തന്നെ ഇങ്ങനെയൊരു വേദിയിൽ, ഇങ്ങനെയൊരു വിശിഷ്ട ദിവസത്തിൽ, ഒരു പ്രദോഷ ദിവസത്തിൽ ഈ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു പരിഷത്തിൽ വരാൻ സാധിച്ചതിലുള്ള എൻ്റെ സ്നേഹവും എൻ്റെ സന്തോഷവും എൻ്റെ നന്ദിയും നിങ്ങളെ അറിയിക്കട്ടെ. ആദരണീയനായ സഹസംവാദകൻ അദ്ദേഹം ഉന്നയിച്ച ചോദ്യം സനാതന ധർമ്മത്തിന്റെ സൗന്ദര്യം അതിന്റെ വൈവിധ്യമാണ്. എന്നാൽ ആ വൈവിധ്യം ഒരുപക്ഷെ അതിന്റെ അർത്ഥതലങ്ങളെ അതിന്റെ യുവാക്കളിലേക്ക് എത്തുന്നതിൽ ഒരു തടസ്സമാവുന്നുണ്ട് എന്നുള്ളതാണ്. അത് യുവാക്കളിൽ അപകർഷതാബോധം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവാക്കൾ ഈ ധർമ്മത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സൗന്ദര്യം യുവാക്കളിലേക്ക് എത്തിക്കാൻ എന്ത് സാധിക്കുന്ന, അവിടെ എനിക്കൊരു തർക്കമുള്ളത് യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിന്റെ വൈവിധ്യമല്ല, ആ വൈവിധ്യത്തെ പറ്റി നമ്മുടെ യുവാക്കളെ വേണ്ടവണ്ണം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അവരിൽ അപകർഷതാബോധം ഉണ്ടാക്കുന്നത്. മറ്റുള്ള സമാജങ്ങളെ അപേക്ഷിച്ചോളം ഹിന്ദുധർമ്മത്തിന്റെ ഒരു മൗലികമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത, മറ്റു മതങ്ങളെല്ലാം മിഷണറി മതങ്ങളാണെങ്കിൽ ഹിന്ദുധർമ്മം മാത്രം ഒരു മിഷണറി മതമല്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാ മതങ്ങളിലും മതം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ആ മതത്തിന്റെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മതം പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ആ മതത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഇസ്ലാം മതം നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം മതം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ അവിടെ കാണുന്നുണ്ട്. നമ്മൾ ക്രിസ്ത്യൻ മതം നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മതത്തിന്റെ മൗലികമായിട്ടുള്ള സന്ദേശങ്ങൾ യുവാക്കളിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എത്തിക്കാൻ സൺഡേ സ്കൂളുകൾ പോലെയുള്ള സംവിധാനം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതേ മട്ടിൽ ഹിന്ദു ധർമ്മത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള പാഠങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള കൃത്യമായിട്ടൊരു വിദ്യാഭ്യാസ പദ്ധതി നമുക്ക് ഇന്നില്ല എന്നുള്ളതാണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മറ്റു മതങ്ങളുടെ അത്ര എളുപ്പത്തിൽ പഠിപ്പിക്കാവുന്ന ഒരു മതമല്ല ഇത്. കാരണം നമ്മുടെ ഗ്രന്ഥ സമുച്ചയം എന്ന് പറയുന്നത് അത്രയും വിപുലമാണ്. ഇസ്ലാം മതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, ഖുർആൻ മാത്രം പഠിപ്പിച്ചാൽ മതി, ഒരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ. ക്രിസ്ത്യൻ മതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, ബൈബിൾ മാത്രം പഠിപ്പിച്ചാൽ മതി, ഒരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ. പക്ഷെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവമല്ല, ഒരു ഗ്രന്ഥമല്ല, ഒരു പ്രവാചകനല്ല. സെമിറ്റിക് മതങ്ങളിൽ നിന്ന് ഹിന്ദുധർമ്മത്തെ മാറ്റി നിർത്തുന്നത് ഈ സംഘടിത മതങ്ങളുടെ പൊതുവായിട്ടുള്ള ഏകഗ്രന്ഥം, ഏകദൈവം, ഏകപ്രവാചകൻ എന്ന ചട്ടക്കൂട് നമ്മൾ അനുവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. സെമിറ്റിക് മതങ്ങളുടെ സ്വഭാവം എന്താ? ഏത് സെമിറ്റിക് മതം എടുത്തുള്ളൂ, ഇപ്പൊ യഹൂദ മതം എടുക്കുക, ഏകഗ്രന്ഥം തോറ, ഏകപ്രവാചകൻ മോസസ്, ഏകദൈവം ജഹോവ. ഇസ്ലാം മതം എടുത്തു കഴിഞ്ഞാൽ ഏകഗ്രന്ഥം ഖുറാൻ, ഏകപ്രവാചകൻ മുഹമ്മദ്, ഏകദൈവം അള്ളാഹ്. ക്രിസ്ത്യൻ മതം എടുത്തു കഴിഞ്ഞാൽ ഏകഗ്രന്ഥം ബൈബിൾ, ഏകപ്രവാചകൻ ജീസസ്, ഏകദൈവം ഫാദർ. എന്നാൽ ഹിന്ദുധർമ്മത്തിന് ഏകഗ്രന്ഥം ഏതാണ്? ഹിന്ദുധർമ്മത്തിന്റെ ഗ്രന്ഥം വേദങ്ങളാണോ, ഉപനിഷത്തുകളാണോ, ഇതിഹാസങ്ങളാണോ, പുരാണങ്ങളാണോ, ആഗമങ്ങളാണോ, നിഗമങ്ങളാണോ? അതിനുശേഷം വന്നിട്ടുള്ള എത്രയോ ഗ്രന്ഥ സമുച്ചയങ്ങൾ ഹിന്ദുധർമ്മത്തിനുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ധർമ്മമല്ല ഹിന്ദുമതം. ഈ ധർമ്മത്തെ മുഴുവൻ നിഷേധിച്ചുകൊണ്ടും ഈ ഗ്രന്ഥങ്ങളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ടും ഒരാൾക്ക് ഹിന്ദുവായി നിൽക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലുള്ള വിശ്വാസമല്ല ഒരാളെ ഹിന്ദു ആക്കുന്നത്. അതുപോലെ ഏക ദൈവമല്ല, 330 ദേവതകളാണ്. ഒരു ഹിന്ദുവിനോട് അവന്റെ മുഴുവൻ ദൈവങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ അത് പറയാൻ സാധിക്കുന്ന ഒരു ഹിന്ദു ഇല്ല. ആരെങ്കിലും അത് തുനിഞ്ഞാൽ തന്നെ ആ പ്രക്രിയക്കിടയിൽ തന്നെ അവരുടെ ബാല്യം, കൗമാരും, യൗവനമൊക്കെ കഴിഞ്ഞു പോകും. അത്രയേറെ ഈശ്വരന്മാരുണ്ട്, അത്രയേറെ പ്രവാചകന്മാർ അല്ലെങ്കിൽ പ്രചാരകന്മാർ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? ആരാണ് ഹിന്ദുധർമ്മത്തിന്റെ ഏക പ്രചാരകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരാമനാണോ, ശ്രീകൃഷ്ണനാണോ, ശ്രീരാമകൃഷ്ണ പരമഹംസരാണോ, വിവേകാനന്ദനാണോ? എപ്പോഴെല്ലാം ഈ ധർമ്മം ഗ്ലാനിയിലായിട്ടുണ്ടോ, എപ്പോഴെല്ലാം ഈ ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം അതിനെ സംരക്ഷിക്കാനും ഉദ്ധാരം ചെയ്യാനും വേണ്ടി യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, ഞാൻ നിരന്തരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഈശ്വരൻ പറയുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും നമുക്ക് പ്രചാരകന്മാരും പ്രവാചകന്മാരും ഉണ്ടാവുന്നുണ്ട്.
അപ്പോ ഇത്രയും വൈപുല്യം ഇത് പഠിപ്പിക്കാൻ ഒരു പ്രയാസം. മറ്റുള്ളവരെ പോലെ ഒരു ചെറിയ ഗ്രന്ഥം മാത്രം പഠിപ്പിച്ചാൽ പോരാന്നുള്ള പ്രയാസം നമുക്കുണ്ട്. വിവേകാനന്ദ സ്വാമിയുടെ രാജയോഗത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഒരു ഗ്രന്ഥത്തിൽ ഈശ്വരനെ പറ്റിയും പ്രപഞ്ചത്തെ പറ്റിയുമുള്ള മുഴുവൻ വിജ്ഞാനവും ഒതുക്കി നിർത്താമെന്ന് പറയുന്നതിനേക്കാൾ വലിയ ദൈവനിഷേധം മറ്റൊന്നുമില്ല. ഈശ്വരനെ അത്രയും ചെറുതാക്കാൻ സാധിക്കും. അതിനേക്കാൾ വലിയ ബ്ലാസ്ഫമി, അതിനേക്കാൾ വലിയ ദൈവനിഷേധം, ഈശ്വരനെ പറ്റിയിട്ടുള്ള എല്ലാ വിജ്ഞാനവും 10-100 പേജുള്ള ഒരു ചെറിയ പുസ്തകത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് പറയുന്നത് ഈശ്വരൻ അത്രയും നിസ്സാരനാണെന്ന് പറയാനുള്ള മറ്റൊരു വഴിയാണ്. നമ്മൾ എത്ര അന്വേഷിച്ചിട്ടും ആ ഈശ്വരനെ പറ്റി പറഞ്ഞു നിന്നിട്ടില്ല. ഇനി വേറെ ഗ്രന്ഥങ്ങൾ ആ ഈശ്വരന്റെ സങ്കല്പത്തെ പറ്റി വരാനിരിക്കുന്നുണ്ട്. ഈ പറയുന്ന വലിയ ലോകത്തിന് മുഴുവൻ സംസ്കാരം നൽകിയെന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ, ഈ സായിപ്പന്മാർ, ഇവരുടെയൊക്കെ പൂർവികന്മാർ കൂർത്ത കല്ലുകളുമായിട്ട് മാലിന്റെയും മൊയിലിന്റെയും പുറകെ ഓടിയിരുന്ന കാലഘട്ടത്ത് മഹാനഗര പദ്ധതികളും ലോകത്തിന് മുഴുവൻ വെളിച്ചം വന്നിട്ടുള്ള സർവകലാശാലകളും ഉണ്ടാക്കിയിട്ടുള്ള സംസ്കാരമാണ് നമ്മുടേത്. ആ സർവകലാശാലകളിൽ ഒന്ന് തക്ഷശില, നളന്ദ. ആ നളന്ദയിലെ സർവകലാശാല ഭക്തിയാർ ഖൽജി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ടൈറന്റിന്റെ നേതൃത്വത്തിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ആ നളന്ദയിലെ സർവകലാശാല 90 ദിവസം നിന്ന് കത്തി എന്നാണ് പറയുന്നത്. 3 മാസം കൊണ്ടാണ് നളന്ദയിൽ തീ അടഞ്ഞത്. കാരണം അത്രയേറെ ഗ്രന്ഥങ്ങൾ അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 90 ലക്ഷത്തോളം കയ്യെഴുത്ത് പ്രതികളായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അവിടെ സൂക്ഷിക്കപ്പെട്ടു. അപ്പൊ അത്രയും ഗ്രന്ഥ വൈപുല്യം എന്ന് പറയുന്നത് ഈ ധർമ്മത്തിന്റെ ഒരു സ്വഭാവമാണ്. മാത്രമല്ല പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ പോലും ഈ ധർമ്മത്തിലുണ്ട്. ഹിന്ദുധർമ്മത്തിൽ ഏകദൈവ സിദ്ധാന്തത്തിനാണോ ബഹുദൈവ സിദ്ധാന്തത്തിനാണോ ശരി ചോദിച്ചാൽ രണ്ടും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഹിന്ദുധർമ്മത്തിലുണ്ട്. ഈശ്വരൻ ഏകനാണ്, ഏകം സത് വിപ്രം ബഹുധാ വദന്തി എന്ന് പറയാനും, എന്നാൽ ഈശ്വരൻ അനേകനാണ്, വിവിധങ്ങളാണ്, ബഹുസ്വരമാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിഗ്രഹാരാധനയാണോ ശരി, വിഗ്രഹം ഇല്ലാത്ത ആരാധനയാണോ ശരി, രണ്ടും ശരിയെന്ന് പറയാനുള്ള അധികാരം ഹിന്ദുധർമ്മത്തിലുണ്ട്. വൈദികാരാധനയാണോ താന്ത്രികാരാധനയാണോ ശരി, രണ്ടും ശരിയാണെന്ന് പറയാനുള്ള അധികാരം ഹിന്ദുധർമ്മത്തിലുണ്ട്. പ്രകൃതി ആരാധനയാണോ യാഗപദ്ധതിയാണോ ശരി, രണ്ടും ശരിയാണെന്ന് പറയുന്ന അധികാരമുണ്ട്. മാംസം നേദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നേദിക്കാൻ ഒരു പദ്ധതി ഉണ്ട്. ഗംഗ, ഗീത, ഗോവിന്ദൻ, ഗായത്രി, ഗോമാത എന്ന് പറയുന്ന പഞ്ചമ ഗകാരം പോലെ തന്നെ മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം എന്ന് പറയുന്ന പഞ്ചമ മകാരവും ഈ പദ്ധതിയുടെ ഭാഗമുണ്ട്. ഇവിടെ കൗളവും ഉണ്ട്, ഇവിടെ വാമവും ഉണ്ട്, ഇവിടെ ദക്ഷിണമുണ്ട്. ഇവിടെ എല്ലാത്തിനെയും സ്വീകരിക്കുന്നുണ്ട്, ഒന്നിനെയും നിഷേധിക്കുന്നില്ല. ഇവിടെ ദ്വൈത സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ധർമ്മത്തിന്റെ ഒരു വൈശിഷ്ട്യം, അതായത് ദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടാണ് എന്നാ. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ല എന്നാ. നമ്മളിപ്പോ ശങ്കരാചാര്യനെ പറ്റി പറഞ്ഞു, കേരളത്തോട് മറ്റുള്ളവർക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് ആചാര്യസ്വാമികൾ ജനിച്ച നാടാണ് കേരളം എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞു. ആചാര്യസ്വാമികൾ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു എന്താ പറയുക, ഒരു അവതാര പുരുഷനാണെന്ന് പറയണം. കാരണം ഒരു മനുഷ്യന് ഒരു ജീവിതം കൊണ്ട് സാധിക്കുന്നത്ര കാര്യങ്ങളല്ല ആചാര്യസ്വാമികൾ ചെയ്തിട്ടുള്ളത്. 32ാമത്തെ വയസ്സിലാണ് ആചാര്യസ്വാമികൾ സമാധിയായത്. ആലോചിച്ചോളൂ. 8ാമത്തെ വയസ്സില് എന്താണ് മുതലയുടെ വായിൽ നിന്ന് കാല് വേർപെടിയിച്ചിട്ട് അമ്മയുടെ അനുവാദത്തോടു കൂടി സന്യസിക്കാൻ പോയിട്ട് 32ാമത്തെ വയസ്സിൽ കേദാർനാഥിൽ സമാധിയാവുന്നത് വരെയുള്ള 24 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്തു തീർത്ത കാര്യങ്ങൾ ഈ കേരളത്തിലെ കാലടി തൊട്ട് കശ്മീരത്തിലെ നീലം താഴ്വര വരെ കാൽനടയായി നടന്നുപോയി. അതിനുശേഷം അവിടെ നീലം താഴ്വരയിലുള്ള സർവജ്ഞപീഠത്തിന്റെ ദക്ഷിണദ്വാരം തുറപ്പിച്ച് സർവജ്ഞപീഠം കയറി. അതിനുശേഷം രാജ്യത്തിന്റെ 4 ദിക്കുകളിലേക്കും സഞ്ചരിച്ചു കാൽനടയായിട്ട്. അവിടെ എല്ലാം ശങ്കര ദിഗ്വിജയം നടത്തി. അവിടെയെല്ലാം 4 മഠങ്ങൾ സ്ഥാപിച്ചു. 100 കണക്കിന് ശ്ലോകങ്ങൾ, 100 കണക്കിന് സൂക്തങ്ങൾ, 100 കണക്കിന് ഷടകങ്ങൾ എഴുതി, 100 കണക്കിന് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തി. നമ്മളൊരാളെ ആചാര്യൻ എന്ന് വിളിക്കുന്ന എപ്പോഴാ? പ്രസ്ഥാനത്തിനായിട്ട് ഭാഷ്യം ജപിക്കുമ്പോഴാണ്. ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത് ഇതിന് ഭാഷ്യം ജപിക്കുമ്പോഴാണ് നമ്മളൊരാളെ ആചാര്യൻ എന്ന് വിളിക്കുക. ശങ്കരനെ നമ്മൾ ആചാര്യൻ വിളിക്കുന്ന അദ്ദേഹം അദ്വൈതം കൊണ്ട് ഇതിന് ഭാഷ്യം ജപിച്ചുകൊണ്ടാണ്. അപ്പൊ പ്രസ്ഥാനത്രയങ്ങൾക്ക് മുഴുവൻ ഭാഷ്യം ജപിച്ചു. നമ്മളിന്ന് കാണുന്ന മുഴുവൻ സന്യാസി സമൂഹങ്ങളെ സൃഷ്ടിച്ചു. ദശനാമി സമ്പ്രദായത്തിലുള്ള മുഴുവൻ സന്യാസിമാരും ഗിരി, പുരി, ഭാരതി, സരസ്വതി എന്നൊക്കെയുള്ള പേരിൽ നമ്മൾ കാണുന്ന 10 സന്യാസ സമ്പ്രദായങ്ങളും ശങ്കരൻ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ട് 32 വയസ്സിൽ സമാധിയായി. അതേ സമയത്ത് നമ്മൾ ശങ്കരനെ മാത്രമല്ല ആചാര്യൻ എന്ന് വിളിക്കുന്നത്, നമ്മൾ മാധവനെ ആചാര്യൻ എന്ന് വിളിക്കുന്നുണ്ട്. മാധവനെ ആചാര്യൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രസ്ഥാനത്രയങ്ങൾക്ക് ദ്വൈത സിദ്ധാന്തം കൊണ്ട് ഭാഷ്യം ജപിച്ചുകൊണ്ടാണ്. ശങ്കരന്റെ അദ്വൈതം പറഞ്ഞപ്പോ എന്താണ്? ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര എന്ന് പറയുന്ന അദ്വൈതം പറഞ്ഞപ്പോ ഇതിന് നേരെ ബദലായിട്ട് ദ്വൈതം കൊണ്ട് പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ജപിക്കുകയാണ് മാധവൻ ചെയ്തത്. മാധവനെ നമ്മൾ ആചാര്യൻ എന്നാണ് വിളിച്ചത്. അതെങ്ങനെയാ ശരിയാവുക? ശങ്കരൻ പറഞ്ഞത് ശരിയാണെങ്കിൽ മാധവൻ പറഞ്ഞത് തെറ്റല്ലേ? അതല്ല, മാധവൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ ശങ്കരൻ പറഞ്ഞത് തെറ്റല്ലേ? രണ്ടും കൂടി ശരിയായി നിൽക്കില്ലല്ലോ. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ശരി മറ്റേത് തെറ്റ് എന്ന് വിധിക്കലല്ല. രണ്ടും ഒരേ ശരികളിലേക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളാണെന്ന് അംഗീകരിക്കലാണ് ഈ ധർമ്മത്തിന്റെ വൈവിധ്യം. അതാണ് ഈ ധർമ്മത്തിന്റെ സൗന്ദര്യം. അപ്പൊ അത്രയും പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ആദർശങ്ങൾ പോലും ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു ധർമ്മത്തെ ഒരു ക്യാപ്സ്യൂൾ പോലെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ പ്രയാസമുണ്ട്.
എന്നാൽ നമ്മൾ ഈ ധർമ്മത്തെ പകർന്നു കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ധർമ്മത്തെ പകർന്നു കൊടുക്കുന്നത് ക്ലാസ് റൂമുകളിലുള്ള സിലബസിലൂടെയുള്ള എഡ്യൂക്കേഷണൽ പദ്ധതിയിലൂടെയല്ല, നമ്മൾ അനുഷ്ഠാനങ്ങളിലൂടെയാണ്. നമ്മൾ ധർമ്മത്തെ പകർന്നു കൊടുക്കുന്ന ആചരണങ്ങളിലൂടെയാണ്. നമ്മൾ ധർമ്മത്തെ പകർന്നു കൊടുക്കുന്ന അനുശീലനം കൊണ്ടാണ്. അപ്പൊ അതിനാണ് ഈ ധർമ്മത്തിൽ ആചരണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായത്. എന്താണ് ആചരണം എന്ന് പറഞ്ഞാൽ ചരേതി ആചാര. എന്താണോ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണോ നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് ആചാരം. ഈ ധർമ്മത്തിന് സഞ്ചരിക്കാനുള്ള അതിന്റെ വാഹനമാണ് യഥാർത്ഥത്തിൽ ആചാരങ്ങൾ എന്ന് പറയുന്നത്. ആചാരങ്ങളിലൂടെയാണ് നമ്മൾ ധർമ്മം പറഞ്ഞത്. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ വ്യാസൻ പറയുന്നുണ്ട്, ആചാര പ്രഭവോ ധർമാത് ധർമ്മസ്യ പ്രഭവച്യുത. അല്ലെ, ആചാരത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ധർമ്മം പ്രഭാവം കൊള്ളുന്നത്. എങ്ങനെയാണോ ആചാരങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നത് അവിടെയാണ് ധർമ്മസ്യ പ്രഭവച്യുത. അച്യുതം എന്ന് പറഞ്ഞാൽ ചുതിയില്ലാത്തത്, നാശമില്ലാത്തത്. എവിടെയാണോ ആചരണങ്ങൾ നടക്കുന്നത് അവിടെ ചുതിയില്ലാത്ത സമൂഹം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ ആചരണങ്ങൾ, അനുഷ്ഠാനങ്ങൾ ജീവിത ശൈലികളിലൂടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയും അവരെ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റി ബോധവാന്മാരാക്കുകയും ഈ ധർമ്മത്തിന്റെ വൈവിധ്യവും സൗന്ദര്യവും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അപകർഷതാബോധമല്ല, അവർക്ക് അഭിമാനബോധമാണ് ഉണ്ടാവുക. ഇതിന് മറ്റൊരു തലത്തിൽ കൂടി ഒരു വിശദീകരണമുണ്ട്. എന്റെ ഉത്തരം വല്ലാതെ ദീർഘമായി പോകുന്നുണ്ടോ എനിക്ക് സംശയമുള്ളതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇതിനൊരു ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ മറുപടി പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ യുവാക്കൾക്ക് അപകർഷതാബോധം നമ്മുടെ സംസ്കാരത്തെ പറ്റി ഉണ്ടാവുന്നത് ചിന്തിക്കുമ്പോൾ അതിനൊരു കൊളോണിയൽ ആയിട്ടുള്ള കാരണമുണ്ട്. കാരണം ലോകത്തിന്റെ ബാക്കി എല്ലാ ദേശങ്ങളിലും വിദ്യാഭ്യാസം ഉണ്ടായത് അവിടുത്തെ മനുഷ്യരെ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഇസ് ദ ഡിസ്കവറി ഓഫ് പെർഫെക്ഷൻ ദാറ്റ് ഓൾറെഡി ലൈസ് വിത്തിൻ. ഓരോരുത്തരുടെ ഉള്ളിൽ കൂടിയിരിക്കുന്ന പൂർണ്ണതയുടെ തിരിച്ചറിവിനുള്ള ഉപാധിയാണ് വിദ്യാഭ്യാസം. അപ്പോ മനുഷ്യരെ കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ അറിവുള്ള, കൂടുതൽ വിവേകികളായിട്ടുള്ള മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തും വിദ്യാഭ്യാസം ഉണ്ടായതെങ്കിൽ നമ്മുടെ നാട്ടിൽ മാത്രം വിദ്യാഭ്യാസം ഉണ്ടായത് അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ഉണ്ടായത് മനുഷ്യരെ എല്ലാ കാലത്തും ഏറ്റവും മോശപ്പെട്ട ആളുകളാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ നല്ലവരാവണം, നമ്മൾ മെച്ചപ്പെട്ടവരാണെന്ന് ആഗ്രഹിച്ച ആളുകളല്ല നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത്. പിന്നെയോ നമ്മളെ എല്ലാ കാലത്തും അടക്കി ഭരിക്കണം, നമുക്ക് മേലെ എല്ലാ കാലത്തും തങ്ങളുടെ അധീശത്വം നിലനിർത്തണമെന്ന് അന്ന് ആഗ്രഹിച്ച വൈദേശിക ഭരണാധികാരികൾ അവരുടെ ഭരണം നമുക്ക് മേലെ നിലനിർത്താനുള്ള ഒരു ടൂളായിട്ടാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിക്കുന്നത്. ആ പദ്ധതിയുടെ ലക്ഷ്യം ഇന്ത്യക്കാർ കൂടുതൽ മിടുക്കന്മാരും കേമന്മാരും ആവണമെന്നല്ല, എല്ലാ കാലത്തും ഞങ്ങളുടെ ആജ്ഞാനവർത്തികളായിട്ട് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചിട്ട് അവർ ജീവിക്കണം എന്നാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1835 അവതരിപ്പിക്കുന്ന സമയത്ത് മക്കളെ പറയുന്നുണ്ട്, തൊലി നിറത്തിലും രൂപത്തിലും മാത്രം ഭാരതീയനും, കാഴ്ചപ്പാടിലും അഭിരുചിയിലും തെരഞ്ഞെടുപ്പുകളിലും മുഴുവൻ ഇംഗ്ലീഷുകാരനുമായിട്ടുള്ള ഗുമസ്തന്മാരുടെ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ, എ ജനറേഷൻ ഓഫ് ക്ലർക്സ് എന്നാണ് മെക്കാളെ പറയുന്നത്. ഗുമസ്തന്മാരുടെ ഒരു തലമുറയെ സൃഷ്ടിക്കാനാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ആ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ വരുന്ന ആളുകൾ അവനവനെ വെറുക്കാൻ നിരന്തരമായി പരിശീലിക്കപ്പെടുന്ന ആളുകളാണ്. നമ്മുടെ ചരിത്രം എഴുതിയിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കൂ. നമ്മുടെ ചരിത്രത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ ഘട്ടങ്ങളൊന്നും പരാമർശിക്കുന്നില്ല. 1-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ പറ്റിയേ പറയുന്നില്ല. ഏർലി ഹിന്ദു കിങ്ഡംസ്, അവരുടെ കീഴിൽ നമ്മൾ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ മെരുങ്ങി ജീവിച്ച കാലത്തെ പറ്റി മാത്രം പറയും. ആ ചക്രവർത്തികളെ, ആ അധിനിവേശക്കാരെ വലിയ മഹാന്മാരായിട്ട് വാഴ്ത്തും. 1-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള ഭാഗം ഒറ്റ പാഠമാണെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ അധിനിവേശക്കാരന് വേണ്ടി ഓരോ പാഠം. ഗോറിക്ക് വേണ്ടി ഒരു പാഠം, ഗസ്നിക്ക് വേണ്ടിയിട്ടൊരു പാഠം, ഡൽഹി സുൽത്താനേറ്റിന് വേണ്ടിയിട്ടൊരു പാഠം, പിന്നെ മുഗൾ എംപയറിന് തുടങ്ങി കഴിഞ്ഞാൽ മഹാനായിട്ടുള്ള ബാബർ, മഹാനായിട്ടുള്ള അക്ബർ, മഹാനായിട്ടുള്ള ജഹാംഗീർ, മഹാനായിട്ടുള്ള ഹുമയൂൺ, മഹാനായിട്ടുള്ള ഔറംഗസേബ്, ഓരോ ചക്രവർത്തിക്കും വേണ്ടി ഓരോ പാഠം. അത് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽമാർക്ക് വേണ്ടി ലോർഡ് കോൺവാലിസ്, ലോർഡ് വെല്ലസ്ലി, ലോർഡ് കർസൺ, ലോർഡ് ഇർവിൻ, ഇങ്ങനെയുള്ള ഗവർണർ ജനറൽമാർക്ക് വേണ്ടി ഓരോ പാഠം. ഇത് പഠിച്ചു വരുന്നൊരു തലമുറയ്ക്ക് എങ്ങനെയാണ് അവനവന്റെ സംസ്കാരത്തെ പറ്റിയിട്ട് അഭിമാനബോധം ഉണ്ടാവുക? നിങ്ങൾ നിരന്തരമായിട്ട് വിധേയരായിട്ടും അടിമകളായിട്ടും അനുസരണക്കിടാങ്ങളായിട്ടും ജീവിച്ചവരാണെന്ന് നിരന്തരമായി പറഞ്ഞു ബോധ്യപ്പെടുത്തിയ ഒരു സമൂഹത്തിൽ അഭിമാനബോധം ഉണ്ടാവില്ല. അവരുടെ ചരിത്രത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ മഹത്വത്തിന്റെ, പ്രൗഢിയുടെ, ഗരിമയുടെ, വിജയത്തിന്റെ, മഹോന്നതിയുടെ കാലഘട്ടങ്ങളെ പറ്റി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഈ പറഞ്ഞ അധിനിവേശക്കാർ മുഴുവൻ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യ കാണാനുള്ള കൗതുകത്തിനല്ല, ആ രാജ്യത്തുണ്ടായിരുന്ന സമ്പത്തിനെ പറ്റി കേട്ടറിഞ്ഞിട്ട് അത് കൊള്ളയടിക്കാനാ. ആ സമ്പത്ത് ഈ രാജ്യം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? 1-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള ഹിന്ദു കിങ്ഡംസിന്റെ കാലഘട്ടത്തിലാണ് 4-5 നൂറ്റാണ്ടുകളെ ഗോൾഡൻ പീരീഡ് ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. ഗുപ്ത എംപയറിന്റെ സമയം. അതായത് ലോകത്തിന്റെ മൊത്തം GDP-യുടെ 33% ഇന്ത്യയിൽ നിന്നായിരുന്നു 10-ാം നൂറ്റാണ്ട് വരെ. 16-ാം നൂറ്റാണ്ടിൽ തന്നെ ലോക GDP-യുടെ 24% ഇന്ത്യയിൽ നിന്നായിരുന്നു.
1947 ബ്രിട്ടീഷ് ഭരണം കഴിഞ്ഞപ്പോഴാണ് ലോക GDP-യുടെ കേവലം 2% മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയത്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി തന്നെ നമ്മളെ അപകർഷതാബോധമുള്ളവരാക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇതിനെതിരെ ഒരു വലിയ വിപ്ലവം ഉണ്ടാവേണ്ടത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന യൂറോസെൻട്രിക് ആയിട്ടുള്ള ഹിസ്റ്ററിക്ക് പകരമായിട്ട് ഇൻഡോസെൻട്രിക് ആയിട്ട് ഭാരതീയ പക്ഷത്ത് നിന്നുകൊണ്ട് ഭാരതത്തിന്റെ ചരിത്രത്തെ നോക്കുന്ന ഒരു ചരിത്ര രചന ഇവിടെ ഉണ്ടാവും. പൊതുവിൽ പറയാറുണ്ട്, മാനിന്റെ ചരിത്രം എഴുതാൻ സിംഹത്തിനെ ഏൽപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? മാനിന്റെ ചരിത്രം എഴുതാൻ നിങ്ങൾ സിംഹത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് മാനിനോട് ഒരു ദയയും കാണിക്കില്ല, അത് മാനിനോട് ഒരിക്കലും നീതി പുലർത്തില്ല, അതിൽ മാനിന്റെ വേദനയോ സഹനമോ ത്യാഗമോ യാതനയോ ഒരിക്കലും പരാമർശിക്കപ്പെടില്ല. അത് സിംഹത്തിന്റെ ആഗ്രഹങ്ങളായിരിക്കും ചരിത്രം എന്ന് പേരിൽ പറയാം. അതെന്താണ് മാനിനെ പറ്റി പറയാ? മാന് പണ്ട് തൊട്ടേ സിംഹത്തിന് ഇരയാവുന്ന ജീവിയാണ്. സിംഹത്തിന് ഇരയാവുക എന്നുള്ളതാണ് മാനിന്റെ പരമമായിട്ടുള്ള ധർമ്മം. തന്നെയുമല്ല, സിംഹത്തിന് ഇരയാവുന്നതിലൂടെ മാത്രമേ മാനിന് മോക്ഷമാർഗം സാധ്യമാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് വായിക്കുന്ന മാനുകൾക്ക് സ്വയം സിംഹത്തിന്റെ മുന്നിൽ ചെന്ന് ആത്മഹത്യ ചെയ്യാൻ പ്രേരണ കൊടുക്കുന്ന മട്ടിലായിരിക്കും ആ ചരിത്രം. ഓരോ സമൂഹത്തിനും അവരുടെ ചരിത്രം എഴുതാനുള്ള അവകാശമുണ്ട്. ആ ചരിത്രം എഴുതേണ്ടത് അധിനിവേശക്കാരല്ല. അതാവുമ്പോൾ ആ ചരിത്രത്തെ നമ്മൾ സെക്യുലർ ചരിത്രം എന്ന നിലയിൽ വാഴ്ത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അപകർഷതാബോധം ഒരു സമൂഹം അവിടെ നിന്ന് ഉടലെടുക്കും. അവർക്ക് രാജ്യം വിട്ടു പോകണം, എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ മഹാന്മാരായിട്ടുള്ള വെള്ളക്കാരുടെ ഈ സായിപ്പന്മാരുടെ നാട്ടിൽ ചെന്ന് ജീവിച്ചാൽ മതി എന്നുള്ള മാനസികമായിട്ടുള്ള അപകർഷതാബോധം അവർക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ധർമ്മത്തിന്റെ വൈവിധ്യത്തിന്റെ കുഴപ്പം മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ കുഴപ്പം കൂടിയാണെന്നുള്ള പക്ഷമുണ്ട്.